നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് ചില നിർണായക നീക്കങ്ങളൊക്കെ കോടതികളിൽ നടന്നിരുന്നു. എത്ര പേർ ആ വാർത്ത അറിഞ്ഞു എന്നറിയില്ല. കാരണം മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇന്ന് നിറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗർഭകഥകളുടെ എപ്പിസോഡുകളായിരുന്നല്ലോ. ശബരിമല വലിയൊരു രീതിയിൽ ഉയർത്തി കാണിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ കോടതികളിൽ ഇനി നടക്കാൻ പോകുന്നത് CPMന്റെ തല പിളർക്കുന്ന നീക്കങ്ങളാണ്. വരും ദിവസങ്ങൾ സർക്കാരിനും CPMനും വെള്ളിടി വെട്ടുന്നതായിരിക്കും. ശബരിമലയിൽ നിർണായക നീക്കത്തിലേക്ക് ഹൈക്കോടതിയും കടക്കുകയാണ്. ഡിസംബർ 3, അതായത് നാളെ SIT കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. പത്മകുമാർ വരെയുള്ളവരുടെ മൊഴിയിൽ CPMലെ ഉന്നതരിലേക്ക് നീളുന്ന ലിങ്കുണ്ട്. റിപ്പോർട്ട് പരിശോധിക്കുന്ന കോടതി അടുത്ത അറസ്റ്റിന് ഉത്തരവിട്ടാൽ അന്വേഷണ സംഘത്തിന് നടപടിയെടുത്തേ മതിയാകൂ. ഗർഭകഥ കൊണ്ട് ശബരിമല മുക്കാൻ കളിക്കുന്ന CPMനും പിണറായിക്കും ഡിസംബർ 3ഉം ഡിസംബർ 8ഉം അതിനിർണായകമാണ്. AKG സെന്ററിൽ ഇപ്പോൾ തിരക്കിട്ട ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ നേരം വരെ ശബരിമല വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളിലും അധികമായി വരുന്നില്ല. പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിച്ച കോടതി അത് ഡിസംബർ 8ലേക്ക് വിധി പറയുന്നതിന് മാറ്റിവെച്ചിരിക്കുകയാണ്. ഡിസംബർ 8 എന്ന തീയതി കേട്ടതും സർക്കാരിന്റെ ചങ്കിൽ വെള്ളിടി വെട്ടി. കാരണം തദ്ദേശ പോരിന്റെ വോട്ടെടുപ്പ് ഡിസംബർ 8നാണ്. ആ ദിവസം രാവിലെ ജാമ്യം തള്ളിക്കൊണ്ട് കോടതി ഉത്തരവിടുകയും തട്ടിപ്പിൽ പത്മകുമാറിന്റെ പങ്ക് കൂടുതൽ വെളിപ്പെടുത്തുകയും ചെയ്താൽ പാർട്ടിക്ക് 8ന്റെ പണിയാകും. വിശ്വാസം വ്രണപ്പെട്ടു നിൽക്കുന്ന വിശ്വാസി സമൂഹം കൂട്ടത്തോടെ CPMനെ വലിച്ചെറിയും. ഡിസംബർ ആദ്യവാരം സർക്കാരിന് തല പിളരുന്ന പണികളാണ് മുൻപിലുള്ളത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗർഭകഥ പൊലിപ്പിക്കാൻ പല കളികൾ ഇതിനിടയിൽ നടക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നിസ്സാരമാണ് എന്നല്ല പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ആ ഒരു വിഷയം മാത്രം മാധ്യമങ്ങളിൽ നിറയണം എന്നുള്ള അജണ്ട ഇവിടെ കൃത്യമായി നടപ്പാകുന്നുണ്ട്. ചില മാധ്യമങ്ങൾ സർക്കാരിന്റെ ഈ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുന്നുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിശ്വാസികൾ കാത്തിരിക്കുന്ന നീക്കങ്ങളിലേക്കാണ് ഇനി കോടതി കടക്കാൻ പോകുന്നത്. ആ വാർത്തകൾ അങ്ങനെ മുങ്ങിപ്പോകാൻ അനുവദിക്കില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഓരോ വിവരങ്ങളും പുറത്തു വിട്ടുകൊണ്ടേയിരിക്കും. പത്മകുമാർ അറസ്റ്റിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുകയാണ് SIT. തന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, മന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ നാളെ കോടതിയിൽ നിന്ന് വന്നാൽ SITക്ക് ആ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭക്കേസിൽ തടി തപ്പി ഇങ്ങനെ നിൽക്കുകയാണ് സർക്കാർ. അങ്ങനെ കോടതിയിൽ നിന്ന് ആരുടെയെങ്കിലും അറസ്റ്റിനൊരു ഉത്തരവ് വന്നാൽ അത് CPMന് നിന്ന് വിയർക്കേണ്ട ഗതികേടിലേക്കെത്തും. 6ാം അറസ്റ്റിൽ അടിപതറിയ CPMന് ഇനി ഒരു അറസ്റ്റ് താങ്ങാനുള്ള കരുത്തില്ല. കടകംപള്ളി അറസ്റ്റ് ലിസ്റ്റിലുണ്ടെന്നാണ് സൂചനകൾ. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് SIT ബ്രേക്ക് ചവിട്ടിയിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ. അന്വേഷണ സംഘത്തിന് മുകളിൽ വലിയ പ്രഷറുണ്ട്. നാളെ കോടതിക്ക് മുന്നിലെത്തുന്ന റിപ്പോർട്ട് സർക്കാരിനെ തീച്ചൂളയിലാക്കുന്നതാണ്. കോടതി പറയുന്ന ഓരോ വാക്കും CPMന്റെ പരിപ്പിളക്കുന്നതും. ശബരിമല കൊള്ളയിലെ കോടതി വിമർശനങ്ങൾ വാർത്തകളിൽ നിറയാതിരിക്കാൻ സന്ദീപ് വാര്യരുടെ അറസ്റ്റിനും ചിലപ്പോൾ നാളെ കളി നടന്നേക്കും. അങ്ങനെയെങ്കിൽ ബ്രേക്കിംഗ് രാഹുൽ ഗർഭകഥ തന്നെയാകും എന്നുള്ളത് ഉറപ്പിക്കാം. നാളെ ഹൈക്കോടതി SITയുടെ റിപ്പോർട്ടിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് മുക്കാൻ CPMനും സർക്കാരിനും മുൻപിലുള്ള ഒരു വജ്രായുധമുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജിയിൽ നാളെയാണ് തിരുവനന്തപുരത്തെ കോടതി നടപടി സ്വീകരിക്കുന്നത്. മാധ്യമങ്ങളെല്ലാം ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ മണിക്കൂറുകൾ എണ്ണി ഓരോ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. അവർക്ക് ശബരിമല ഇപ്പോൾ ഒരു വലിയ വിഷയമല്ല, മാങ്കൂട്ടത്തിലാണ് വിഷയം. എന്നാൽ ഇവിടെ വിശ്വാസികൾക്ക് ഗർഭകഥയല്ല വലുത്, അവർക്ക് ശബരിമല തന്നെയാണ് വലുത്. അവിടെ നിന്ന് കട്ട ഒരു കള്ളന്മാരെയും വെറുതെ വിടാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്നുള്ളതാണ് വിശ്വാസി സമൂഹം ആവർത്തിച്ചു പറയുന്നത്. പത്മകുമാർ സർക്കാരിനെ തീച്ചൂളയിൽ നിർത്തുന്ന മൊഴികൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടായെടുത്ത തീരുമാനങ്ങൾക്ക് താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നാണ് ജാമ്യ ഹർജിയിൽ പത്മകുമാർ ഉന്നയിച്ച പ്രധാന ചോദ്യം. അതായത് തനിക്ക് മുകളിൽ പലരും ഉണ്ടെന്ന് പത്മകുമാർ സമ്മതിച്ചിരിക്കുകയാണ്. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ SITയുടെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതി. തുടർന്നാണ് SITയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ജാമ്യാപേക്ഷ ഡിസംബർ 8ന് പരിഗണിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ഡിസംബർ 8 ആയിരിക്കുമെന്ന് CPM കണക്ക് കൂട്ടിയതേയില്ല. കൃത്യമായി തന്നെ ഡിസംബർ 8 എന്ന തീയതി കോടതി പറയുകയായിരുന്നു.
ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത്. ഉദ്യോഗസ്ഥർ പിച്ചള എന്നെഴുതിയപ്പോൾ താനാണ് ചെമ്പെന്ന് മാറ്റിയത്. പാളികൾ ചെമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചതുകൊണ്ടാണ് അങ്ങനെ തിരുത്തിയതെന്നും എ പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വീഴ്ചയുണ്ടെങ്കിൽ അംഗങ്ങൾക്ക് പിന്നീടും ചൂണ്ടിക്കാണിക്കാമെന്നും സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ല എന്നുമാണ് ജാമ്യാപേക്ഷയിൽ പത്മകുമാർ പറയുന്നത്. ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റംഗങ്ങളെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി. അതായത് പിച്ചള എന്ന് ഒരു കൂട്ടർ എഴുതിയപ്പോൾ താനാണ് അത് തിരുത്തി ചെമ്പാക്കിയത് എന്ന് പത്മകുമാർ പറയുമ്പോൾ ഈ പിച്ചള എന്നെഴുതിയത് ആരൊക്കെയാണ്, അതിന് പിന്നിൽ കളിച്ചവർ ആരൊക്കെയാണ് എന്നുള്ള ചോദ്യം അതിശക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ കൈമാറിയതുൾപ്പെടെ കൂട്ടായെടുത്ത തീരുമാനങ്ങൾക്ക് താൻ മാത്രം എങ്ങനെ ഉത്തരവാദിയാകും എന്ന് പത്മകുമാർ ചോദിക്കുമ്പോൾ അത് CPM-ന് തിരിച്ചടി ഉണ്ടാക്കുന്ന ചോദ്യം തന്നെയാണ്. മിനിറ്റ്സിൽ ചെമ്പെന്നെഴുതിയത് എല്ലാവരുടെയും അറിവോടെയാണെന്നും പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. വീഴ്ച പറ്റിയെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ബാധ്യതയുണ്ടെന്ന് പത്മകുമാറിന്റെ വാദം. തന്നെ മാത്രം വേട്ടയാടുന്നതിലെ അമർഷം കൂടിയായിരുന്നു പത്മകുമാർ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കിയത്. അതായത് ഒരു ഘട്ടത്തിൽ പത്മകുമാറിന് തന്നെ തോന്നി തന്നെ കുടുക്കിക്കൊണ്ട് വാസുവിനെ ഉൾപ്പെടെ ഊരിയെടുക്കാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ എന്ന സംശയം. അതുകൊണ്ട് തന്നെയാണ് ശബരിമല കൊള്ളയിൽ എല്ലാവർക്കും കൂട്ടായ ഉത്തരവാദിത്തമുണ്ട് എന്ന് പത്മകുമാർ പറഞ്ഞു വെക്കുന്നത്. വാസുവിന് പോലും ഇതിൽ നിന്ന് തലയൂരാൻ പറ്റരുത്. ആ ഊരാക്കുടുക്കാണ് തന്റെ മൊഴിയിലൂടെ പത്മകുമാർ SIT-യോട് വ്യക്തമാക്കിയത്. ആ മൊഴിയാണ് കോടതിക്ക് മുൻപിൽ നാളെ എത്താൻ പോകുന്നത്. എന്തായാലും പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലത്തെ കോടതി 8-ാം തീയതി വിധി പറയുമ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരിക്കും കോടതി അതിൽ സംസാരിക്കുക. കോടതിയുടെ ഓരോ വാക്കും CPM-ന് മേൽ പതിക്കുന്ന അഗ്നിശരങ്ങളാകും. അതും തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിനം തന്നെ കോടതിയിൽ നിന്ന് പ്രഹരം കിട്ടുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു തിരിച്ചടിയായി മാറും CPM-ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നടപടിയെടുക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. കുറ്റക്കാർ ആരായാലും നടപടിയെടുക്കുമെന്നായിരുന്നു കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ലീഡർ പരിപാടിയിൽ MV ഗോവിന്ദൻ തുറന്നടിച്ചത്. പത്മകുമാർ MLA-യോ ജനപ്രതിനിധിയോ അല്ല. ആരായാലും തെറ്റിന് കൂട്ടുനിൽക്കില്ല. ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആരെയും പാർട്ടി പിന്തുണയ്ക്കില്ല. പ്രതി ചേർത്താൽ ഉടനെ നടപടിയെടുക്കണമെന്നില്ല. പാർട്ടിക്ക് അതിൻ്റെതായ രീതിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തതുപോലെയുള്ളതല്ല. ശരിയായ നടപടിയെടുക്കും. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ ധൃതി പിടിച്ചുള്ള നടപടിക്ക് CPM-നെ കിട്ടില്ല. SIT അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നതിനാലാണ് കോൺഗ്രസ് ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെടാത്തതെന്നും MV ഗോവിന്ദൻ ഇങ്ങനെയുള്ള ചില വാദങ്ങൾ പറഞ്ഞ് തടി തപ്പിയിട്ടുണ്ട്. പത്മകുമാർ MLA-യോ ജനപ്രതിനിധിയോ അല്ല എന്ന് MV ഗോവിന്ദൻ പറയുന്നുണ്ടല്ലോ. അതായത് പത്മകുമാറിന്റെ നേരെ വരുന്നത് ഒന്നും പാർട്ടി ഏറ്റെടുക്കാൻ ഇനി തയ്യാറല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ പത്മകുമാറിനെ ഇതുവരെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. ഇത്ര വലിയ ആരോപണങ്ങൾ വന്നിട്ടും പത്മകുമാർ പത്തനംതിട്ട CPM-ന്റെ തലപ്പത്തുള്ള ആളാണ്. അതുമാത്രമല്ല ഇപ്പോൾ MLA കസേരയിൽ ഇരിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ പത്തനംതിട്ടയിൽ പിണറായി വിജയന് വേണ്ടി ഒരു വഴിവെട്ടിയ പ്രധാനിയാണ് പത്മകുമാർ. ഇത് മാത്രമല്ല ജനപ്രതിനിധിയൊക്കെ അല്ല എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയാൻ വരട്ടെ. ഇവരുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ. പിന്നെ എങ്ങനെയാണ് പത്മകുമാർ ജനപ്രതിനിധി അല്ലാതെയാകുന്നത്? ഗോവിന്ദൻ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം. അല്ലെങ്കിൽ പിന്നീട് 8-ന്റെ പണിയായിട്ടായിരിക്കും തിരിച്ചു കിട്ടാൻ പോകുന്നത്. പിന്നെ ഈ ഘട്ടത്തിൽ പത്മകുമാറിനെ തള്ളിപ്പറയുന്നത് പാർട്ടിക്ക് അത്ര നല്ലതിനുമല്ല. പത്മകുമാർ എല്ലാവരെയും കുടുക്കുന്ന മൊഴികൾ പലതും ഇനി പുറത്തേക്ക് പറയാൻ എല്ലാ സാധ്യതയുമുണ്ട്. ഇതിനിടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും നിലവിലെ മന്ത്രി VN വാസവനെയും ചോദ്യം ചെയ്യണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തത് നല്ല കാര്യം. ബോർഡ് വിചാരിച്ചാൽ മാത്രം കൊള്ള നടക്കില്ല. മന്ത്രിമാരടക്കമുള്ളവരെയും ചോദ്യം ചെയ്യണം. ശബരിമലയിലെ പല സർക്കാർ നടപടികളും ഭക്തരെ വേദനിപ്പിക്കുന്നു. ഭക്തന്റെ ആത്മസമർപ്പണമായ ദക്ഷിണ പോലും അടിച്ചുമാറ്റിയാണ് അഴിമതി നടത്തിയത്. കൊള്ളയ്ക്ക് പച്ചക്കൊടി വീശിയവരെയും പിടികൂടണമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ ഇനി വരും ദിവസങ്ങളിൽ കോടതികളിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതൊന്നും ഈ ഗർഭക്കഥയ്ക്കിടയിൽ മുങ്ങിപ്പോകരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് നിസ്സാരമല്ല. ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രവണതകളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതിനെ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. പക്ഷേ അതിട്ടുമൂടി ശബരിമല മുക്കാനുള്ള നീക്കമാണെങ്കിൽ അത് അനുവദിക്കില്ല. ശബരിമല വിഷയത്തിന്റെ ഓരോ വാർത്തകളും അതാത് സമയത്ത് പുറത്തു വിട്ടുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.
ന്യൂസ്.